ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടീനെ ഇംഗ്ലീഷ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് തയ്യാറെടുപ്പിക്കേണ്ടത് അതിനുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് കുട്ടികളെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകണം, അതിനെക്കുറിച്ചുള്ള നല്ലൊരു ഡീറ്റെയിൽ തരുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ ഫോണിക്സിൻ്റെ ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് റീഡിങ്ങിനുള്ള ക്ലാസ്സുകൾ ഞാൻ നൽകുന്നുണ്ട്. ഫുള്ളായിട്ടും ഗൂഗിൾ മീറ്റുകൾ വഴിയുള്ള ലൈവ് ക്ലാസ്സസ് ആണ്. ഓക്കെ, അതിൽ ഞാൻ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബേസ് തൊട്ടിട്ട് വേണ്ട കുട്ടികൾക്ക് ലെവൽ 1. ദെൻ ഞാൻ റീഡിങ്ങിന് വേണ്ടിയിട്ടൊരു ലെവൽ ടെസ്റ്റ് നടത്തും. അതിൽ റീഡിങ് എങ്ങനെയാണോ നോക്കിയിട്ടാണ് കുട്ടികളെ ഓരോന്നിൽ തരം തിരിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫൺ ഫിൽഡ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ക്ലാസ് ആണ് ഇംഗ്ലീഷ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കുട്ടിയെ ഇംഗ്ലീഷ് റീഡിങ്ങിന് നമ്മൾ എങ്ങനെ തയ്യാറെടുപ്പിക്കണം, അതിനെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ കുട്ടികളെ നമ്മൾ ലെറ്റർ സൗണ്ട്സ് ആണ് പഠിപ്പിക്കേണ്ടത് കേട്ടോ. അതായത് A to Z വരെയുള്ള ലെറ്റേഴ്സിൻ്റെ ലെറ്റർ സൗണ്ട്സ് നമ്മൾ പഠിപ്പിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിപ്പിക്കണം. അതാണ് ഒരു കുട്ടീൻ്റെ ബേസ് എന്ന് പറയുന്നത്. ബേസ് നന്നായാലാണ് ആ കുട്ടി നന്നായിട്ട് റീഡ് ചെയ്ത് വരുള്ളൂ. ഇപ്പോൾ ഈ 26 ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സും എപ്പോൾ ചോദിച്ചാലും കുട്ടികളത് നമ്മൾ ചോദിച്ച ഉടനെ പറയാൻ വേണ്ടിയിട്ട് ഏബിൾ ആവണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ പഠിക്കണം. പിന്നെ ഒരു ലെറ്റർ നമ്മൾ എടുത്തു, അതായത് ഒരു സൗണ്ട് നമ്മൾ പഠിപ്പിച്ചു എന്ന് വെച്ചാൽ ആ സൗണ്ട് തെറവാവണ വരെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ചില പാരൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ 4, 5 സൗണ്ട്സ് അല്ലെങ്കിൽ A to Z വരെയുള്ള സൗണ്ട്സും അറ്റ് എ ടൈം പറഞ്ഞു കൊടുക്കും. A, A, B, B അങ്ങനെ പാട്ട് പോലെ പഠിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ അത് അവരുടെ മെമ്മറിയിൽ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം ഒരു സൗണ്ട് എടുക്കുക, അത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ 26 സൗണ്ട്സും അവർ നന്നായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ലെറ്റേഴ്സ് തമ്മിലുള്ള ബ്ലെൻഡിങ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പോൾ ആറ്റ്, ആറ്റ്, ആൻഡ് അങ്ങനെയുള്ള 2 ലെറ്റേഴ്സിന് 2 ലെറ്റർ ബ്ലെൻഡിങ് എന്നാണ് അതിനെ പറയുക. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 3 ലെറ്ററിലോട്ട് പോവാം. 3 ലെറ്റർ ഇതുപോലെ ആറ്റ്, കാറ്റ്, അല്ലെങ്കിൽ ആറ്റ്, മാറ്റ്, ആൻഡ് ക്യാൻ, അങ്ങനെയുള്ള 3 ലെറ്റർ ബ്ലെൻഡിങ്സ് വരെ. ഓക്കെ, അതൊക്കെ അവർ നന്നായിട്ട് റീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, 4 ലെറ്ററിൽ എടുക്കാം. ഇപ്പോൾ ഡിഗ്സ് അല്ലെങ്കിൽ കട്ട്സ് അങ്ങനെയുള്ള 4 ലെറ്റർ വേർഡ്സ് നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, അവർക്ക് ഏറെക്കുറെയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ദെൻ നമ്മൾക്ക് നോർമലി കാണുന്ന വേർഡ്സൊക്കെ, അതായത് ഇതുപോലെ 4 ലെറ്റർ, 5 ലെറ്റർ, 3 ലെറ്റർ, അതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഡെയിലി ഈ വവൽസ് ഉണ്ടല്ലോ, A, E, I, O, U, അത് നന്നായിട്ട് ആ സൗണ്ട്സ് നന്നായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതൊരു ടിപ്പാണ് കേട്ടോ. കാരണം എല്ലാ വേർഡ്സും ഈ വവൽസ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വവൽസിൻ്റെ സൗണ്ട്സ് ക്ലിയർ ആവാത്ത കുട്ടികൾക്ക് ഒരിക്കലും റീഡിങ് നന്നായിട്ട് വരില്ല. അപ്പോൾ അതെപ്പോഴും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾസോ ഈ വേർഡ്സൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ. ഇതിന് പുറമെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈറ്റ് വേർഡ്സ്. ഈ ഒരു 2 ലെറ്റർ 3 ലെറ്റർ ബ്ലെൻഡിങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈറ്റ് വേർഡ്സ് പറഞ്ഞു കൊടുക്കാം. ഇസ്, ആം, ആർ, അതും അറ്റ് എ ടൈം ഒരു ഡേ ഒരെണ്ണം വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. ദെൻ കുറച്ച് അറിയുന്ന കുട്ടികളാണ്, അതായത് റീഡ് ചെയ്തിട്ടുള്ള ഒരു ബാക്കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-10 ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫ്ലാഷ് കാർഡിൽ എഴുതിയിട്ട് റീഡ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ അവർക്കത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ എഴുതിയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഡെയിലി റീഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ അപ്പോൾ സൈറ്റ് വേർഡ്സ് നമ്മൾ ബൈ സൈറ്റ് തന്നെ പഠിക്കണം. അത് സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ സ്പെല്ലിങ് വെച്ചിട്ടും പഠിക്കാം, കുഴപ്പമില്ല. പക്ഷേ ലെറ്റർ സൗണ്ട്സ് വെച്ചിട്ട് പഠിക്കാൻ സാധിക്കില്ല സൈറ്റ് വേർഡ്സ്. അപ്പോൾ അത് അവർ ബൈ സൈറ്റായിട്ട് തന്നെ കണ്ട് വായിച്ച് പഠിക്കണം. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇസ്, ആം, ആർ, ദേ, വെൻ, ഹൂ, ഹിസ് അങ്ങനെയുള്ള സൈറ്റ് വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം നമ്മൾ ഓരോന്ന് വെച്ച് പഠിപ്പിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ സെൻറ്റൻസ് റീഡ് ചെയ്യാൻ ഓക്കെ ആയില്ലേ. ഈ സൈറ്റ് വേർഡ്സും ഈ വേർഡ്സും കൂടിയതാണല്ലോ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 26 ലെറ്റേഴ്സും നമ്മൾ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. 3 ലെറ്റർ 4 ലെറ്റർ ബ്ലെൻഡിങ്ങും ചെറിയ വേർഡ്സൊക്കെ വായിക്കാൻ ഏബിളായി, സൈറ്റ് വേർഡ്സൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിനി അടുത്ത ഒരു സെക്ഷനിലോട്ട് വരാം. അതായത് ഒരു 5, 6 ആ ഒരു ഏജിലൊക്കെയാണ് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതായത് അതുവരെയുള്ള കുട്ടികൾക്ക് ഇത്രയും മതി.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഡയഗ്രാഫ് എന്ന് പറയും കേട്ടോ. ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 ലെറ്റേഴ്സ് ഉണ്ടാവും അതിൽ, പക്ഷെ ഒരു സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സൗണ്ട്സ് ഉണ്ട് നമ്മളുടെ ഈ ഫോണിക്സിൽ. അപ്പോൾ ആ സൗണ്ട്സ് മൊത്തം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയും ഐയും ഇൻ സ്നെയിലിൽ എയും ഐയും ഉണ്ട്. അപ്പോൾ ആ എയും ഐയും കൂടി വന്നാൽ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ OW ഓക്കെ അങ്ങനെയുള്ള, അല്ലെങ്കിൽ OU അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? അതാണ് ഡയഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ അടുത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൽ വരുന്ന ഓരോന്നും എടുക്കുക, ദെൻ അതിൻ്റെ ഓരോ എക്സാമ്പിൾസും ആ സൗണ്ട് വരുന്ന കുറേ വേർഡ്സ് എടുത്തിട്ട് റീഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക. അറ്റ് എ ടൈം ഒരു സൗണ്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ അത് മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലെറ്റർ സൗണ്ട്സിൻ്റെ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡയഗ്രാഫിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ AI ഉണ്ട്, AI സ്നെയിലിൽ AI ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ AY ആണ് ലാസ്റ്റ്, അതും A എന്ന സൗണ്ടാണല്ലേ, ഡേ. ഓക്കെ, പക്ഷേ AI എന്ന് എഴുതിക്കൂടെ? പക്ഷേ എഴുതാൻ പറ്റില്ല, കാരണം അവിടെ ഒരു റൂൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഡയഗ്രാഫിന് ശേഷം നമ്മൾ ഈ റൂൾസും പിന്നെ കുറച്ച് ഈ പഠിച്ചതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ആണ് നമ്മൾ ലാസ്റ്റായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മളൊരു 7 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് ഈ റൂൾസും ആൾട്ടർനേറ്റീവ്സും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അവർക്കത് കുറച്ചൊന്ന് ട്രിക്കിയാണ്, അതായത് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ആ ഒരു ഏജ് എത്തുമ്പോഴാണ് കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുട്ടികളെ ഇംഗ്ലീഷ് റീഡിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വരേണ്ടത്. അപ്പോഴാണ് കുട്ടികളുടെ റീഡിങ് കറക്റ്റ് ആവുകയുള്ളൂ. അവർക്ക് ഒരു വേർഡ് കിട്ടിയാൽ അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയും ആയെന്ന് വെച്ചാൽ ഈ ആൾട്ടർനേറ്റീവ്സും റൂൾസും ഏകദേശം അവർക്ക് ആയെന്ന് വെച്ചാൽ നന്നായിട്ട് റീഡ് ചെയ്യാൻ ഒരു കുട്ടി ഏബിൾ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നീട് കുറച്ച് എക്സെപ്ഷൻ കേസസ് ഒക്കെ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരുപാട് എക്സെപ്ഷൻ കേസും അതുപോലെ തന്നെ റൂൾസും ഉള്ളൊരു ലാംഗ്വേജാണ്. അപ്പോൾ ഈ എക്സെപ്ഷൻ കേസസ് വരുന്ന നമ്മളിപ്പോൾ പഠിച്ച പോലെ ആയിരിക്കില്ല എക്സെപ്ഷൻ കേസിൽ ഇപ്പോൾ സൗണ്ടുകൾ വരിക. അപ്പോൾ അങ്ങനെയുള്ള സൗണ്ട്സ് നമ്മൾ ഇപ്പോഴൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ എക്സെപ്ഷൻ കേസുള്ള വേർഡ്സ് നമ്മൾ ഈ പഠിപ്പിക്കുന്ന വേർഡ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൽ ഉൾക്കൊള്ളിക്കരുത് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് ഉൾക്കൊള്ളിക്കരുത്. പിന്നെ അത് എക്സെപ്ഷൻ കേസൊക്കെ അവർ റീഡ് ചെയ്ത് ഇപ്പോൾ ഒരു തവണ അവർ റോങ് ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് തിരുത്തി കൊടുക്കുക. അപ്പോൾ അത് 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ അത് പഠിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എക്സെപ്ഷൻ കേസസ് സെപ്പറേറ്റ് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡേ ബൈ ഡേ റീഡ് ചെയ്ത് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വന്നോളും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കുട്ടികളെ ഇംഗ്ലീഷ് റീഡിങ് പഠിപ്പിക്കാനുള്ള ഏകദേശം ഒരു ധാരണ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻസിൽ ചോദിക്കുക, പിന്നെ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്